നമ്മളിന്ന് ഉരുളക്കിഴങ്ങും മുട്ടയും കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റുന്ന ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു നല്ല വിഭവമാണ്. നിങ്ങളിത് കാണുന്നതിനൊപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതാ ഒരു ഉരുളക്കിഴങ്ങ് നേരിയതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കണ്ടോ, ഒരു ഉരുളക്കിഴങ്ങ്. ഇത് ഞാൻ ഇതിലേക്ക് ഇടാൻ പോകും. ഈ ബൗളിലേക്ക് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇടുന്നു. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഒരു അല്പം പച്ചമുളകും സവാളയും, നീളത്തിലരിഞ്ഞ സവാളയും ചെറുതായിട്ടരിഞ്ഞ പച്ചമുളകും നമ്മളതും ഇതിലേക്ക് ചേർക്കണം. ഇനി നമുക്ക് 2 സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. അല്പം മുളക് പൊടി, അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് പാകത്തിനുള്ള ഉപ്പായിരിക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതാ മല്ലിയില ഇട്ടു. അപ്പോൾ വേണ്ട സാധനങ്ങളെല്ലാമായി. ഇനി നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കാം. അല്പം കൂടി ആയിക്കോ. ഇനി 1 മിനിറ്റ് ഇതൊന്ന് ഇരിക്കട്ടെ. ഇത് ഏതാണ്ട് നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇത്തിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് ടേസ്റ്റിന് നല്ലതാണ്. ഇത് സിമ്മിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ പാൻ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നെയ്യ് ഒഴിക്കാം, ബട്ടർ ഉപയോഗിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ പാനിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സിമ്മിലിട്ടത് വേവിക്കാം. ഇതൊന്ന് അടച്ചു വെക്കാം. ഇതാ 2 വശം മറിച്ചിട്ട് സിമ്മിലിട്ട് നമ്മൾ വേവിച്ച നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡിയായി. ഇതിന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാ നല്ല ഭംഗിയായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് തരാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം.
നോക്കിക്കേ, അടിപൊളി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ് കേട്ടോ. And I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind.